വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട മുസ്തഫ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, തിന്മയുടെ കത്തളത്തിൽ കുപ്പൂത്തി അള്ളാഹുവിനെയും റസൂലിനെയും മറന്ന് തെമ്മാടിത്തരങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് ആർമാദിക്കുന്ന ജീവിതവും വസിക്കുന്ന ഈ ലോകവുമൊക്കെ എന്നേക്കുമായി ഇല്ലാതാവുന്നതാണ് എന്നുള്ള സത്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും പകരം ജീവിതം അതൊരു വികാരമായിട്ടും ആവേശമായിട്ടും കൊണ്ട് നിറയ്ക്കേണ്ടതുമാണെന്നുള്ള തിയറി നിലവിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഖബർ തന്നെ മാടി മാറ്റുന്നു എന്ന വിഷയം ഏറെ പ്രസക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേൾക്കണം മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. തിന്മകളിലായി ജീവിതത്തെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന മനുഷ്യ, നീ ജീവിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവിനെ വഞ്ചിക്കുന്ന ചരക്കുകൾ മാത്രമാണ് കേട്ടോ. നീ സമ്പാദിക്കുന്ന നിന്റെ സമ്പാദ്യവും നിന്റെ ആസക്തികളും നിന്റെ പിൻഗാമികളാകുന്ന മക്കളുമെല്ലാം നിന്നെ വഞ്ചിക്കുന്ന ചരക്കുകൾ മാത്രമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം സമ്പാദിക്കുന്ന സമ്പാദ്യവും മറ്റു പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ നാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസദ്ദഖ വഅകും മിനസ് സാലിഹീൻ. നിങ്ങളിലേക്ക് മരണം ആസന്നമാവുന്നതിന് മുമ്പ് നാം കനിഞ്ഞേക്കിയിൽ വെച്ച് നാം റിസ്ക് ചെയ്തതിൽ വെച്ച് സദഖ ചെയ്തു കൊള്ളണേ, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളണേ. അങ്ങനെ ചെയ്തില്ലെങ്കിലോ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അക്കൂർ പറയുമത്രേ, അല്ലാഹ് എനിക്ക് നീ കുറഞ്ഞ സമയം നീട്ടി തരികയാണെങ്കിൽ, ഒരു മണിക്കൂർ എന്നല്ല, ഒരു മിനിറ്റ് എന്നല്ല, ഒരു സെക്കൻഡ് എന്നല്ല, ഒരു മൈക്രോ സെക്കൻഡ് നീ നീട്ടി തരികയാണെങ്കിൽ ഞാൻ സദഖ ചെയ്തു കൊള്ളാം, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, അങ്ങനെ ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെടാം. പക്ഷേ അറിയാമോ മുഅ്മിനേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഒരു ആയുസ് പോലും നീട്ടി തരില്ല. സുഹൃത്തുക്കളെ, അതാണ് മരണം. ആരാണ് എവിടെ വെച്ചാണ് പോയാണ് മരിക്കുക എന്നുള്ളത് അല്ലാഹുവിനെ മാത്രം അറിയുന്ന കാര്യമാണ്. ഒരു ഉറുദു കവി എഴുതി വെച്ചതായിട്ട് കാണാം, ഈ ഭൂമി ലോകങ്ങളിൽ ആരും ആരുടെയും ഇഷ്ടപ്രകാരമല്ല ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാം അല്ലാഹുവിന്റെ വിധിപ്രകാരം നടന്നു പോകുന്നതാണ്. സൂറത്തുൽ